ലോകമെമ്പാടും അച്ചടി മാധ്യമങ്ങൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. മംഗളം വാരിക ഒരു കാലത്ത് ആഴ്ചയിൽ 15 ലക്ഷത്തിലധികം അച്ചടിച്ച് വിട്ടിരുന്ന ഒരു മഹാ സാംസ്കാരിക പ്രസിദ്ധീകരണമായിരുന്നു. മംഗളം വാരിക പൂട്ടിപ്പോയി. മനോരമ പത്രം തന്നെ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മനോരമയ്ക്ക് 24-28 പേജുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയിട്ട് 12 14 പേജായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അതിൽ തന്നെ 4 പേജ് മിക്കവാറും പരസ്യമായിരിക്കും. മനോരമ പോലൊരു പത്രം ഇതുപോലൊരു പ്രതിസന്ധി നേരിടുക എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായിട്ട് അച്ചടി മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളി അന്വേഷിച്ച് നമ്മൾ അധികം ദൂരേക്ക് പോകണ്ട. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത വിഖ്യാതമായ വാഷിങ്ടൺ പോസ്റ്റ്, ചെറിയ സ്ഥാപനമല്ല, വാഷിങ്ടൺ പോസ്റ്റ് 300-ലധികം പത്രപ്രവർത്തകരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിരിച്ചുവിട്ടില്ല, പിരിച്ചുവിടാനായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുക. നോട്ടീസ് പീരീഡ് കഴിയുമ്പോൾ അവർ വാഷിങ്ടൺ പോസ്റ്റിൽ നിന്ന് ഒന്നുമല്ലാത്തവരായി മാറും. ഈ പിരിച്ചുവിടൽ നോട്ടീസ് കിട്ടിയ ആളുകളുടെ ഇടയിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MP-യും സർവോപരി മഹാബുദ്ധിജീവിയുമായ ശശി തരൂരിൻ്റെ മകൻ ഇഷാൻ തരൂരുമുണ്ട്. ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത്. ഇഷാൻ തരൂർ വാഷിങ്ടൺ പോസ്റ്റിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ്. 1-2 മാസം കഴിഞ്ഞാൽ ഇഷാൻ തരൂർ പുതിയ ജോലി കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം പിന്നെ ശശി തരൂരിൻ്റെ മകനായതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു ലാവണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഏതായാലും വാഷിങ്ടൺ പോസ്റ്റ് പോലും വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരത് പുറമേക്ക് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മംഗളം പത്രത്തിൽ ജീവനക്കാർക്ക് ശമ്പളം വളരെ വൈകിയാണ് കിട്ടുന്നത്. മാധ്യമത്തിലെ കാര്യം അതിനേക്കാളും ദയനീയമാണ്. കാര്യം ജമാഅത്ത് ഇസ്ലാമിക്കാർ വലിയ സിദ്ധാന്തവും വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും ഈ വർത്തമാനവും പെരുമാറ്റവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് മൗദൂദികൾക്ക് പൊതുവേ ഇല്ല. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ദാവൂദും സംഘവും മാധ്യമം നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇനി ഒരു ചർച്ച നടത്തുകയുമില്ല. കാരണം അങ്ങനെ ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ ആ ദാവൂദിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതാധികാര സമിതിയിൽ നിന്ന് പുറത്താക്കും. കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന പാവപ്പെട്ട 2 വിഡ്ഢികൾ വേറെ ഉണ്ട്, അജിംസും നിഷാദ് റാവുത്തും. അവർ വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വേറെ ഏത് വിഷയത്തെക്കുറിച്ച് അടുപ്പൂട്ടി ചർച്ച നടത്തിയാലും ഈ മാധ്യമത്തിലെ ജോലിക്കാർക്ക് സമയാസമയങ്ങളിൽ ശമ്പളം കൊടുക്കാത്തതിനെ കുറിച്ച് യാതൊരു ചർച്ചയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മാധ്യമത്തിൽ എങ്ങനെ വെച്ചാൽ ജനുവരിയിലെ ശമ്പളം ജൂണിൽ കൊടുക്കും, ജൂണിലെ ശമ്പളം വരുന്ന ഡിസംബറിൽ കൊടുക്കും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കയ്യും കാലിട്ട് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മാധ്യമ പത്രത്തിൽ ജീവനക്കാരെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർബന്ധം എങ്ങനെ വെച്ചാൽ ജീവനക്കാരെ വിളിച്ചു വരുത്തിയിട്ട് മുതലാളി പറഞ്ഞു, പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, ഈ സ്ഥാപനം വൈകാതെ പൂട്ടാൻ പോവുകയാണ്. ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചില ആനുകൂല്യങ്ങൾ നൽകാം. തൊഴിലാളി ചോദിച്ചു, എന്തെങ്കിലും കാര്യപ്പെട്ട ആനുകൂല്യമായിരിക്കും. പിരിഞ്ഞു പോകുന്നവർക്കൊക്കെ മുതലാളി ഓരോ പണക്കിഴി കൊടുക്കും എന്ന്. സത്യത്തിലൊന്നുമില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് തരാതെ ബാക്കി വെച്ചിട്ടുള്ള ശമ്പളം കൊടുക്കും. അതായത് മുടങ്ങിപ്പോയ ശമ്പളം, ആ ശമ്പളം മാനേജ്മെന്റ് തരാൻ തയ്യാറാണ്. അത് വലിയൊരു ആനുകൂല്യമാണല്ലോ, ഭയങ്കര ആനുകൂല്യമാണ്. പിന്നെ കോവിഡ് കാലത്ത് തൊഴിലാളികളുടെ നിന്ന് പിടിച്ചു വെച്ച കുറേ പൈസ ഉണ്ട്. ആ പൈസ മുഴുവനും തിരിച്ചു തരില്ല. മുഴുവൻ തരാനായിട്ട് മാനേജ്മെന്റിൽ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ പിടിച്ചു വെച്ച ശമ്പളത്തിന്റെ പകുതി പൈസ, മുഴുവൻ പൈസ ഇല്ല, പകുതി പൈസ തരാൻ മാനേജ്മെന്റ് തയ്യാറാണ്. ഇത് മാത്രമല്ല, പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് എൻഡ് ലീവ് ഉണ്ടാവും. അതായത് എടുക്കാവുന്ന ലീവ് എടുക്കാതെ ബാക്കി വെച്ചു, അതിന്റെ പൈസ മാനേജ്മെന്റ് തരും. എന്തൊരു വലിയ ആനുകൂല്യമാണെന്ന് ആലോചിച്ചു. എന്തൊരു ഐസ് ഫ്രൂട്ട് പോലത്തെ മനസ്സ് എന്നൊരു സിനിമയിൽ പണ്ട് നമ്മുടെ മാമുക്കോയെ പറയുന്ന ഓർമ്മയില്ലേ? അതുപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലെ ഇത്ര ഹൃദയ ലാവണ്യമുള്ള ആളുകളെ കാണാൻ ബുദ്ധിമുട്ടാണ്. തൊഴിലാളികളുടെ എൻഡ് ലീവിന്റെ പൈസ കൊടുക്കും. കൂടാതെ അതും അല്ല, അവരുടെ പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതിനുള്ള പൈസയും കൊടുക്കും. അവിടെ തീർന്നില്ല, അവർക്ക് ഗ്രാറ്റുവിറ്റിയും കൊടുക്കും. എന്തൊരു ഔദാര്യം! ഏത് ജോലിക്കാരൻ പിരിഞ്ഞു പോയാലും കൊടുക്കുന്ന അതേ ആനുകൂല്യം തന്നെയുള്ളൂ. ഈ തൊഴിലാളികളെ നിയമാനുസൃതം റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സേവനം ആവശ്യമില്ല. സ്ഥാപനം പൂട്ടുകയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്ലോഷർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ റിട്രഞ്ച്മെന്റ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അത് ഈ ഗ്രാറ്റുവിറ്റിയോളം പോകുന്നൊരു തുകയാണ്. അതുപോലും കൊടുക്കാതെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഖലന്മാരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവർ തൊഴിലാളികളോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പം പിരിഞ്ഞു പോകണമെങ്കിൽ നിങ്ങളുടെ മുടക്കി കിടന്ന ശമ്പളം തരും, നിങ്ങളിൽ നിന്ന് പിടിച്ചു വെച്ച ശമ്പളത്തിന്റെ പകുതി തരും,
പിന്നെ നിങ്ങളുടെ എൻഡ് ലീവിന്റെ പൈസ തരും. അതുകൂടാതെ നിങ്ങളുടെ ഗ്രാറ്റുവിറ്റിയും തരും. വേണമെങ്കിൽ പോയിക്കോ, ഉടനെ പോയിക്കോ. ജനുവരി 31 തീയതി വരെ ഈ ഓഫർ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നവർക്ക് കണ്ണീരും കയ്യും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളും അതിനേക്കാൾ പാവപ്പെട്ട പത്രപ്രവർത്തകരുമായ ഒരുപാട് പേർ മനസ്സില്ലാ മനസ്സോടെ കണ്ണീരോടുകൂടി രാജിക്കത്ത് കൊടുക്കാൻ നിർബന്ധിതരായി. ഈ വാർത്ത നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ വായിച്ചോ? വായിച്ചാൽ സാധ്യമില്ല. കാരണം ഈ പ്രശ്നം വരുമ്പോൾ മാതൃഭൂമിയും മനോരമയും ദീപികയും മംഗളവും മാധ്യമവും ഒക്കെ ഒരു കൈയാണ്, ഒറ്റക്കെട്ടാണ്. ഇത് ദേശാമാനിൽ പോലും വന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശാമാനിലും ജനയുഗത്തിലും പോലും വരാത്ത ഒരു കഥയാണ് ഈ മാധ്യമത്തിലെ ജീവനക്കാർ. ഈ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ നിയമം വന്നപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മാധ്യമം. ഈ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ നിയമം തൊഴിലാളികളെ വഴിയാധാരമാക്കും, അവർക്ക് കിട്ടാനുള്ള നക്കാപ്പിച്ച പോലും കിട്ടാതാക്കുന്ന ഒരു കൊള്ളരുതാത്ത സംവിധാനമാണെന്ന് എഴുതിയ പത്രമാണ്. പോട്ടെ, ഈ ഫെബ്രുവരി 12 തീയതി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ ട്രേഡ് യൂണിയനുകൾ ഒരു പണിമുടക്ക് നടത്തുന്നുണ്ട്. തൊഴിലാളികളുടെ കവർന്നെടുത്ത അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക. ആ പൊതുപണിമുടക്കിന് സർവ്വ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ ഫെയർവെൽ പാർട്ടിയുടെ ഒരു തൊഴിലാളി സംഘടനയുണ്ട്. ആ സംഘടന ഇവരൊക്കെ ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ നടക്കുക. അവിടെ തൊഴിൽ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഗംഭീരമായ മുഖപ്രസംഗം എഴുതുമ്പോൾ ആ മുഖപ്രസംഗം കമ്പോസ് ചെയ്യുന്ന തൊഴിലാളികൾ, ഇത് അച്ചടിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളം കൊടുക്കാൻ പറയുമ്പോൾ മേപ്പോട്ട് പോകും. ആ സമയത്ത് പറയും കാശില്ല, തൊഴിലാളി സംഘടനകളുടെ അവകാശങ്ങളൊക്കെ ഞങ്ങൾ മാനിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ശമ്പളം തരാൻ ഞങ്ങൾ തയ്യാറില്ല. ഇത്ര പ്രശ്നമുള്ളൂ. കാശില്ലാത്തതുകൊണ്ടല്ല, കാശ് കൊടുക്കില്ല എന്ന വാശി. ഈ വാശിയാണ് ഈ മറ്റു പത്രങ്ങളിൽ നിന്നും മാധ്യമത്തെ വ്യത്യസ്തമാക്കുന്നത്. ചന്ദ്രികയിലും സാമ്പത്തിക പ്രശ്നമുണ്ട്, സിറാജിലുമുണ്ട്, സുപ്രഭാതത്തിലുമുണ്ട്, ജനയുഗത്തിലുമുണ്ട്, മംഗളത്തിലുമുണ്ട്. പക്ഷേ ഈ മർക്കട മുഷ്ടി മാധ്യമത്തിന് മാത്രവും തല്ലി കൊന്നാലും ശമ്പളം കൊടുക്കുകയില്ല. കാരണം മൗദൂദിയുടെ വേതന നയം എന്ന് പറയുന്നത് വേദനയോടുകൂടി വേതനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ വേദനിച്ചിട്ടാണ് അവർ ഓരോ മാസവും ശമ്പളം കൊടുക്കുന്നത്. ആ വേതന നയമാണ് ഇപ്പോഴും അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്ന് തൊഴിലാളികളെ പിരിക്കുമെന്നുള്ള വാർത്ത മാതൃഭൂമിയിൽ വരും, മനോരമയിൽ വരും, മാധ്യമത്തിൽ വരും. തൊഴിൽ നിയമത്തിനെതിരായിട്ടുള്ള മുഖപ്രസംഗങ്ങൾ ഇവരെല്ലാവരും എഴുതും. പക്ഷെ തൊഴിലാളികളോട് ഇവരെല്ലാവരും ഇതേ മനുഷ്യത്വം ഇല്ലാത്ത അതേ പ്രവൃത്തിയെ ആവർത്തിക്കുകയും ചെയ്യും. എങ്ങനെ ഉണ്ട് എൻ്റെ ബുദ്ധി എന്ന് പണ്ടൊരു സിനിമയിൽ, TV സീരിയലിൽ നമ്മുടെ ഇന്ദ്രൻസ് ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെ ഉണ്ട് മൗദൂദിയുടെ ബുദ്ധി?